ലെവലപ്പ് അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ട്രിഗ്നോമെട്രിക് ഇക്വേഷൻസ് ആണ്. ട്രിഗ്നോമെട്രിയുടെ ബേസ് അറിയാതെ +2 തലത്തിൽ മറ്റും പഠിക്കുന്നവർ, മാത്തമാറ്റിക്സ് പഠിക്കുന്നവർ, അവരുടെ ഈ ബേസ് അറിയാത്തത് കൊണ്ട് മാത്രം അവർക്ക് ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിയും മറ്റും മനസ്സിലാകാതെ പോകുന്നത് ഒരു വസ്തുതയാണ്. +2 തലത്തിൽ മാത്രമല്ല, അതിനുശേഷം അവർ മാത്തമാറ്റിക്സ് സബ്ജക്റ്റുകൾ എത്ര കാലത്തോളം പഠിക്കുന്നുണ്ടോ അത്രയും കാലം അവരെ പിന്തുടർന്ന് പോകുന്ന ഒരു സബ്ജക്റ്റ് കൂടിയാണ് വാസ്തവത്തിൽ ട്രിഗ്നോമെട്രി എന്ന്. അതുകൊണ്ട് അതിന്റെ ബേസ് മനസ്സിലാക്കാതെ പോയാൽ തുടർന്നുള്ള അവരുടെ പഠനങ്ങളെ അത് ബാധിക്കുമെന്നത് കൊണ്ട് മാത്രമാണ് ഇവിടെ ഇതുപോലൊരു ഉദ്യമത്തിന് മുതിരുന്നത്. നമുക്ക് ആദ്യം ബേസിക് ആയിട്ടുള്ള അതിന്റെ ഇക്വേഷൻസ്, 3 സെറ്റ് ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻസ് ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. എല്ലാവർക്കും അറിയുമായിരിക്കാം, sin² θ + cos² θ = 1. ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻ ആണത്. sin² θ + cos² θ = 1 എന്നത്. ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് അതിന്റെ സബ്ബായിട്ട് മറ്റു 2 ഇക്വേഷൻസ് കൂടി വേർതിരിച്ചെടുക്കാം. ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം? sin² θ എന്ന് പറഞ്ഞാൽ എന്ത് എഴുതാം? 1 - cos² θ എന്ന് എഴുതാം. അതുപോലെ തന്നെ cos² θ എന്ന് പറഞ്ഞാൽ 1 - sin² θ എന്ന് എഴുതാം. അല്ലെ, sin² θ + cos² θ = 1. Therefore, sin² θ = 1 - cos² θ. അതുപോലെ തന്നെ cos² θ = 1 - sin² θ. ഇതാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ആദ്യത്തെ സെറ്റ് ഇക്വേഷൻസ്. ഇനി രണ്ടാമതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന ഇക്വേഷൻ c² θ - tan² θ = 1. c² θ - tan² θ = എന്താണ്? 1 എന്നതാണ്. ഇതിനെയും അതേപോലെ തന്നെ നമുക്ക് മാറ്റിയെടുക്കാം. എന്ത് എഴുതാം? ഇതിൽ നിന്ന് നമുക്ക് എന്ത് എഴുതാം? c² θ എന്തായിരിക്കും? അപ്പോൾ 1 + tan² θ എന്നെഴുതാം. ഇവിടെ -tan² θ ആണ്, അങ്ങോട്ട് പോകും 1 + tan² θ ആയിരുന്നു. ഇനി tan² θ എന്നത് എങ്ങനെ എടുക്കാം? c² θ - 1 എന്ന് നമുക്ക് എഴുതാം. tan² θ = c² θ - 1 എന്ന് നമുക്ക് എഴുതാം. എങ്ങനെയാണ് sin² θ + cos² θ = 1 എന്നത് cos² θ = 1 - tan² θ ആയതും, അതുപോലെ തന്നെ c² θ - tan² θ = 1 എന്നത് tan² θ = c² θ - 1 ആയത് എന്ന് എല്ലാവർക്കും മനസ്സിലായി കാണും എന്നാണ് കരുതുന്നത്. ഇനി മൂന്നാമതൊരു സെറ്റ് ഇക്വേഷൻ, ഇതുകൂടി ഇതേ സ്ഥലത്ത് എഴുതാം. cos² θ - cos² θ = 1. ഇതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മൂന്നാമത്തെ സെറ്റ് ഇക്വേഷൻ. ഇത് cos² θ - cos² θ = 1. ഇതിൽ നിന്ന് നമുക്ക് അതുപോലെ എന്ത് മാറ്റി എഴുതാൻ പറ്റും? cos² θ എന്ത് വരും? 1 + cos² θ എന്ന് എഴുതാം. അല്ലെ, ഈ -cos² θ കൊണ്ട് പോയാൽ 1 + cos² θ എന്ന് എഴുതാം. അതുപോലെ തന്നെ cos² θ എന്താവും? cos² θ -1 - 1. അപ്പോ cos² θ = cos² θ -1 എന്നും എഴുതാം. അപ്പൊ അങ്ങനെ വളരെ ബേസിക് ആയിട്ടുള്ള 3 സെറ്റ് ഇക്വേഷൻസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. വിദ്യാർത്ഥികൾ ഇതറിയാൻ വയ്യാത്തവർ, ഇത് മുൻപ് പഠിച്ചു പോയിട്ടും അറിയാൻ വയ്യാത്തവർ ഈ വീഡിയോ പോസ് ചെയ്ത് ഈ ഇക്വേഷൻസ് ഒക്കെ എഴുതിയെടുത്തതിൽ അവർക്കത് വളരെ ഉപകാരപ്രദമായിരിക്കും. അതുകൊണ്ട് എല്ലാവരും എഴുതിയെടുക്കുക, വിദ്യാർത്ഥികളായിട്ടുള്ളവർ. ഇനി സം ആൻഡ് ഡിഫറൻസ് ഇക്വേഷൻസ്. എന്താണ് സം ആൻഡ് ഡിഫറൻസ്?
ഇക്വേഷൻസ്. സം ആൻഡ് ഡിഫറൻസിൽ നമുക്ക് ആദ്യമായി പഠിക്കേണ്ടത് സൈൻ എ പ്ലസ് ബി എന്ത്, അതുപോലെ തന്നെ സൈൻ എ മൈനസ് ബി എന്ത്, രണ്ടും ഒന്നിച്ചാണ് വരുന്നത്. സൈൻ എ പ്ലസ് ബി അറിയാമായിരിക്കും. സൈൻ എ പ്ലസ് ബി ഈക്വൽസ് എന്താണ്? സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി. സൈൻ എ പ്ലസ് ബി ഈക്വൽസ് സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി എന്നാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്. അതേപോലെ തന്നെ സൈൻ എ മൈനസ് ബി എന്ന് പറഞ്ഞാല് സൈൻ എ പ്ലസ് ബി സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി. സൈൻ എ മൈനസ് ബി എന്നാല് സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി ആണ്. ഇതുപോലെ എഴുതിയാൽ മനസ്സിലാക്കുമല്ലോ. നമുക്ക് എന്ത് ചെയ്യാം? സൈൻ എ പ്ലസ് ബി ഈക്വൽസ് സൈൻ എ കോസ് ബി, മേലെയാണ് പ്ലസ് ഇരിക്കുന്നത്. സൈൻ എ പ്ലസ് ബി ഈക്വൽസ് സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി. അതുപോലെ തന്നെ സൈൻ എ മൈനസ് ബി ഈക്വൽസ് സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. ഈ ഇനത്തില് സം ആൻഡ് ഡിഫറൻസ് ഇനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇക്വേഷൻ ആണ്. വേറൊന്ന് അതേപോലെ തന്നെ രണ്ടാമത്തെ ഇക്വേഷൻ കോസ് എ പ്ലസ് ബി. എന്താണ് കോസ് എ പ്ലസ് ബി? കോസ് എ പ്ലസ് ബി എന്ന് പറഞ്ഞാല് കോസ് എ കോസ് ബി മൈനസ് കോസ് എ കോസ് ബി മൈനസ് സൈൻ എ സൈൻ ബി. ഇതാണ് കോസ് എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ കോസ് എ കോസ് ബി മൈനസ് പ്ലസ് വന്നാൽ കോസിന്റെ കേസിൽ ഇവിടെ പ്ലസ് വന്നാല് ഇവിടെ എന്ത് വരും? മൈനസ് വരും. കോസ് എ കോസ് ബി മൈനസ് സൈൻ എ സൈൻ ബി. അതുപോലെ തന്നെ കോസ് എ മൈനസ് ബി വന്നാലോ നേരെ തിരിച്ചും കോസ് എ കോസ് ബി പ്ലസ് സൈൻ എ സൈൻ ബി. മനസ്സിലായോ? എന്താണ് കോസ് എ പ്ലസ് ബി ഈക്വൽസ് കോസ് എ കോസ് ബി മൈനസ് സൈൻ എ സൈൻ ബി. കോസ് എ മൈനസ് ബി ഈക്വൽസ് കോസ് എ കോസ് ബി പ്ലസ് സൈൻ എ സൈൻ ബി. അത് സ്ഥാനത്ത് സൈൻ എ പ്ലസ് ബിയില് അതേ ക്രമത്തിൽ തന്നെ പ്ലസിന് പ്ലസ് മൈനസിന് മൈനസ് തന്നെ. കോസ് എ പ്ലസ് ബിക്ക് എന്താണ്? പ്ലസ് വന്നാൽ ഇവിടെ എന്ത് വന്നിരിക്കുന്നു? മൈനസ് വന്നിരിക്കുന്നു. കോസ് എ മൈനസ് ബി ആകുമ്പോൾ ഇതിന്റെ ഇടയ്ക്ക് എന്ത് വരുന്നു? പ്ലസ് വരുന്നു. അതാണ് അതിനുള്ള വ്യത്യാസം. ഇനി മൂന്നാമത്തെ സെറ്റ് ഇക്വേഷൻ ടാൻ എ പ്ലസ് ബി. ടാൻ എ പ്ലസ് ബി. ടാൻ എ പ്ലസ് ബി എന്താണ്? ടാൻ എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ ടാൻ എ plus tan b whole divided by 1 minus tan a tan b. Tan a plus b equals എന്താണ്? tan a tan b tan a plus tan b by 1 minus tan a tan b ആണ് tan a plus b യുടേത്. ഇനി tan a minus b tan a minus b ആവുമ്പോൾ ഇവിടെ മൈനസ് വരുമ്പോൾ എന്ത് വ്യത്യാസം വരുന്നു? ഇതിന്റെയും അതുപോലെ തന്നെ മൈനസ് വരുന്നു. ഇവിടെ മൈനസ് വരുന്നു. ഇവിടെ എന്തായിരിക്കും? 1 പ്ലസ് tan a tan b. അടുത്ത നാലാമത്തെ ഇക്വേഷൻ. ഈ ഇനത്തില് നാലാമത്തെ ഇക്വേഷൻ കോട്ട് എ പ്ലസ് ബി. കോട്ട് എ പ്ലസ് ബി. കോട്ട് എ പ്ലസ് ബിക്ക് കോട്ട് ആദ്യം മൈനസ് ആണ് വരുന്നത്. കോട്ട് കോട്ട് ബി മൈനസ് 1 ഡിവൈഡഡ് ബൈ കോട്ട് ബി പ്ലസ് കോട്ട് എ എന്നാക്കാം. കോട്ട് ബി പ്ലസ് കോട്ട് എ എന്നാക്കാം. കാരണം ഇവിടെ വരുമ്പോൾ കോട്ട് എ മൈനസ് ബി എന്ന് വന്നാൽ കോട്ട് എ മൈനസ് ബി എന്ന് വന്നാൽ അപ്പൊ എന്ത് വരും? ഇവിടെ പ്ലസ് വരുന്നു, ഇവിടെ മൈനസ് വരുന്നു. കോട്ട് ബിയിൽ നിന്നാണ് കോട്ട് എ കുറയ്ക്കുന്നത്. ഇത് കോട്ട് എ പ്ലസ് കോട്ട് എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ കോട്ട് എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ കോട്ട് ബിയിൽ നിന്നാണ് ഏതാണ് ഇവിടെ ഏതാണ് കുറയ്ക്കേണ്ടത്? അതിൽ നിന്നാണ് കോട്ട് ബിയിൽ നിന്നാണ് എന്ത് കോട്ട് എ കുറയ്ക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെ ഒരു എഴുതി പഠിക്കായിരിക്കും ഉത്തമം. അപ്പൊ കോട്ട് എ പ്ലസ് ബി ഈക്വൽസ് കോട്ട് എ കോട്ട് ബി മൈനസ് 1 ബൈ കോട്ട് ബി പ്ലസ് കോട്ട് എ എന്നും അതേപോലെ തന്നെ എന്ത് കോട്ട് എ മൈനസ് ബി എന്നുള്ളത് കോട്ട് എ കോട്ട് ബി
പ്ലസ് 1 ബൈ കോട്ട് ബി മൈനസ് 40a എന്നും പഠിക്കാം. അപ്പോൾ സം ആൻഡ് ഡിഫറൻസിലെ 4 പ്രധാനപ്പെട്ട ഇക്വേഷൻസ്, 4 സെറ്റ്, 4 എണ്ണമല്ല 4 സെറ്റ് ഇക്വേഷൻസ് പ്ലസും മൈനസും വരുമ്പോൾ മൊത്തം 8 ഇക്വേഷൻ വരുന്നുണ്ട്. അത് നമുക്ക് ഈ രൂപത്തിൽ നിങ്ങളത് പഠിച്ചു വെച്ചാൽ വളരെ സൗകര്യമായിരിക്കും. ഡബിൾ ആംഗിൾ ഫോർമുല. ഡബിൾ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇരട്ടി, ഒരു ആംഗിളിന്റെ ഇരട്ടി, ഡബിള്. തീറ്റയ്ക്ക് പകരം 2 തീറ്റ, എക്ക് പകരം 2a എന്നൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ നമുക്ക് ചെയ്യാമെന്ന് നോക്കാം. സൈൻ 2 തീറ്റ, അതിന്റെ ഒന്നാമത്തെ ഇക്വേഷൻ ഇതാണ്. സൈൻ 2 തീറ്റ ഈക്വൽസ് 2 സൈൻ തീറ്റ കോസ് തീറ്റ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. സൈൻ 2 തീറ്റ ഈക്വൽസ് എന്താണ്? 2 സൈൻ തീറ്റ കോസ് തീറ്റ. അതുപോലെ തന്നെ രണ്ടാമത്തത് കോസ് 2 തീറ്റ. കോസ് 2 തീറ്റ എന്ന് പറഞ്ഞാൽ കോസ് സ്ക്വയർ തീറ്റ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ ആണ്. ബേസിക് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ എന്താണ്? കോസ് സ്ക്വയർ തീറ്റ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ. ഇത് നമുക്ക് അറിയാം, നമ്മൾ നേരത്തെ പഠിച്ചു. സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ ആണ് അല്ലെ. സൈൻ സ്ക്വയർ തീറ്റ ഈക്വൽസ് 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ എന്നുള്ളത് നമ്മൾ ആദ്യത്തെ ഇക്വേഷനിൽ പഠിച്ചു. അപ്പൊ നമുക്ക് ആ രൂപത്തിലേക്ക് ഇതിനെ മാറ്റുകയാണെങ്കിൽ കോസ് സ്ക്വയർ തീറ്റ മൈനസ് 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ എന്ന് എഴുതിക്കൂടെ? ഈക്വൽസ് കോസ് സ്ക്വയർ തീറ്റ മൈനസ് 1 പ്ലസ് കോസ് സ്ക്വയർ തീറ്റ എന്ന് എഴുതാം. ഈക്വൽസ് എന്ത് വരും? കോസ് സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ 2 കോസ് സ്ക്വയർ തീറ്റ മൈനസ് 1 എന്ന് എഴുതാം. അപ്പൊ നമുക്ക് ആ ഇക്വേഷനെ വീണ്ടും വീണ്ടും നമുക്ക് ഇതുപോലെ എഴുതാം. കോസ് സ്ക്വയർ തീറ്റ മൈനസ് സൈൻ സ്ക്വയർ തീറ്റയ്ക്ക് പുറമെ എഴുതാം 2 കോസ് സ്ക്വയർ തീറ്റ മൈനസ് 1 എന്നും എഴുതാം. ഞാൻ ഈ ചെയ്തിരിക്കുന്നത് മായ്ക്കാണ്, ആൻസർ മാത്രം പിന്നെ നേരത്തെ എഴുതാണ്. ചെയ്യാനുള്ള രീതി കാണിച്ചു എന്നുള്ളത് മാത്രം, ഒരിക്കൽ കാണിച്ചത് മാത്രം. അപ്പൊ എന്താണ്? കോസ് സ്ക്വയർ തീറ്റ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ ഓൾസോ ഈക്വൽസ് എന്ത്? 2 കോസ് സ്ക്വയർ തീറ്റ മൈനസ് 1 എന്ന് നമുക്ക് എഴുതാം. അടുത്തത് tan 2 തീറ്റ. tan 2 തീറ്റ എന്ന് പറഞ്ഞാൽ 2 tan തീറ്റ ഡിവൈഡഡ് ബൈ 1 മൈനസ് tan സ്ക്വയർ തീറ്റ. tan 2 തീറ്റ ഈക്വൽസ് എന്താണ്? 2 tan തീറ്റ ഡിവൈഡഡ് ബൈ 1 മൈനസ് tan സ്ക്വയർ തീറ്റ. വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈക്വേഷൻസ് ഒക്കെ. ഇതെല്ലാം എഴുതിയെടുക്കാം. 2 മറ്റൊരു സെറ്റ് ആണ്. 2 cos square theta equals 1 plus cos 2 theta. നേരത്തെ നിന്ന ഇക്വേഷനിൽ നിന്ന് ഡിറൈവ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് 2 cos square theta equals എന്ത്? 1 plus cos 2 theta. ഈ ഒരു ഇക്വേഷനിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? cos square theta എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? cos square theta equals എന്തായിരിക്കും? 1 plus cos 2 theta divided by 2 എന്ന് വരും. ഈ 2 കൊണ്ടുവരുമ്പോൾ ഇങ്ങനെ വരാം. അങ്ങനെയെങ്കിൽ cos theta എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? root of 1 plus cos 2 theta by 2 എന്ന് വരും. 1 plus cos 2 theta divided by 2 എന്ന് വരും. എന്താണ്? 2 cos square theta equals 1 plus cos 2 theta. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്. അതിൽ നിന്ന് ഡെറിവ് ചെയ്തിട്ട് കിട്ടിയിരിക്കുന്നതാണ് cos theta equals root of 1 plus cos 2 theta by 2 എന്ന ഇക്വേഷൻ മാത്രം ഒന്ന് കയറ്റി എഴുതാണ് ചെയ്ത രീതി വായിക്കുകയാണ്. cos theta equals root of 1 plus cos 2 theta divided by 2.
അതേപോലെ 2 sin square theta 2 sin square theta equals 1 minus cos 2 theta. Equation എന്ത് 2 sin square theta equals 1 minus cos 2 theta. ഇതിൽ നിന്ന് നമുക്ക് sin theta ഇതുപോലെ കണ്ടുപിടിക്കാൻ പറ്റും. sin theta നേരത്തെ കണ്ട അതേ രീതിയിൽ തന്നെ എന്ത് വരും root of 1 minus cos 2 theta divided by 2. ഇനി മറ്റൊരു സെറ്റ് tan square theta അതേപോലെ തന്നെ tan square theta equals 1 minus cos 2 theta by 1 plus cos 2 theta. 1 minus cos 2 theta divided by 1 plus cos 2 theta. 1 minus cos 2 theta by 1 plus cos 2 theta ആണ് എന്ത് tan square theta എന്ന് പറഞ്ഞാൽ. അങ്ങനെ വരുമ്പോൾ tan theta എന്ത് വരും tan theta equals എന്ത് വരും root of 1 minus cos 2 theta divided by 1 plus cos 2 theta. 1 minus cos 2 theta divided by 1 plus cos 2 theta. Sin theta sin 2 theta എന്തായിരുന്നു 2 sin theta cos theta ആയിരുന്നു. അപ്പോൾ sin theta എന്ന് പറഞ്ഞായിരിക്കും 2 sin 2 theta ക്ക് പകരം theta ഉള്ളൂ. അപ്പോൾ എന്ത് വരും theta by 2 cos theta by 2. അപ്പോ സിംഗിൾ ആക്കുമ്പോൾ ആ ഡബിൾ ആയിരുന്നത് സിംഗിൾ ആ ഇക്വേഷനെ നമ്മൾ സിംഗിൾ ആക്കി മാറ്റിയാൽ ഇത് sin theta equals എന്ന് വരും 2 sin theta by 2 cos theta by 2 എന്ന് നമുക്ക് കിട്ടും. ഇതിന് തന്നെ ഈക്വലന്റ് ആയിട്ടുള്ള ടാനിന്റേതായ മറ്റൊരു ഇക്വേഷൻ കൂടെ ഉണ്ട്. അതും കൂടെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് ഓർത്തിരിക്കണം. 2 tan theta by 2 divided by 1 plus tan square theta by 2 വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആണ് sin theta equals 2 tan theta by 2 by 1 plus tan square theta by 2 എന്നതാണ് ഇക്വേഷൻ. sin theta മാറിയിട്ട് ഇവിടെ ടാനിന്റെ ടേമിലേക്ക് വന്നിരിക്കുകയാണ്. അതേപോലെ തന്നെ മറ്റൊരു ഇക്വേഷൻ cos theta cos 2 theta എന്ന് പറഞ്ഞാൽ cos square theta minus sin square theta എന്ന് നമ്മൾ പഠിച്ചു അല്ലേ. അപ്പോ അതിനെ ആ രൂപത്തിലേക്ക് നമ്മൾ മാറ്റുമ്പോൾ എന്ത് വരും cos square theta by 2 minus sin square theta by 2 എന്ന് നമുക്ക് എഴുതാം. ഇതാണ് cos theta equals cos square theta by 2 minus sin square theta by 2 എന്ന് എഴുതാം. അതുപോലെ തന്നെ which is equal to 2 cos square theta by 2 minus 1 എന്നും എഴുതാം. രണ്ട് ഇക്വേഷൻ നമ്മൾ അതിന്റെ കൂടെ പഠിച്ചിരുന്നു. അതിനെ നമുക്ക് ഈ രൂപത്തിലേക്ക് മാറ്റിയെടുക്കാവുന്നതാണ്. cos theta equals cos square theta by 2 minus sin square theta by 2 or it is equal to 2 cos square theta by 2 minus 1. Tan theta equals tan 2 theta ആയിരുന്നു. 2 tan theta by 1 minus tan square theta എന്നുള്ളത്. അപ്പോൾ tan theta equals 2 tan theta by 2 by 1 minus tan square theta by 2. മനസ്സിലാക്കണം അല്ലേ? tan 2 theta equals 2 tan theta by 1 minus tan square theta എന്നുള്ളത് നമ്മൾ ആ കേട്ട പഠിച്ചു. അപ്പോൾ tan 2 theta ക്ക് വരുമ്പോൾ theta എന്നുള്ളതായിരിക്കും 2 tan theta by 2 by 1 minus tan square theta by 2. Okay. Next set 2 cos square theta by 2 equals 1 cos theta. Equation is 2 cos square theta by 2 equals 1 plus cos theta. ഇതിൽ നിന്ന് നമുക്ക് cos theta by 2 ഡെറിവേറ്റ് ചെയ്തെടുക്കാം. cos theta by 2 equals root of 1 plus cos theta divided by 2 എടുക്കാം. നമ്മൾ നേരത്തെ cos square theta by 2 എന്ന് പറഞ്ഞാൽ 1 plus cos theta whole divided by 2 എന്ന് വരും. അപ്പോൾ cos theta എന്ന് പറഞ്ഞാൽ അതിന്റെ root of 1 plus
cos theta by 2 എന്നെഴുതാം. അതുപോലെ തന്നെ 2 sin square theta by 2. 2 sin square theta by 2 എന്നുള്ളത് എന്താണ്? 1 minus cos theta ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. 2 sin square theta by 2 equals 1 minus cos theta. അപ്പോൾ നമുക്ക് cos theta by 2 എന്നുള്ളത് ഇതിൽ നിന്ന് അല്ല sin theta by 2 എന്നുള്ളത് ഇതിൽ നിന്ന് ഡെറിവ് ചെയ്തെടുക്കാം. sin theta by 2 equals root of 1 minus cos theta divided by 2 എന്ന് അതിനെ നമുക്ക് മാറ്റിയെടുക്കാം. അടുത്തത് മൂന്നാമത്തത് tan square theta by 2. tan square theta by 2 എന്ന് പറഞ്ഞാൽ 1 minus cos theta by 1 plus cos theta ആണ്. 1 minus cos theta by 1 plus cos theta ആണ്. 1 minus cos theta by 1 plus cos theta. അപ്പൊ അങ്ങനെ വരുമ്പോൾ tan theta by 2 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇതിന്റെ റൂട്ട് ഓഫ് 1 minus cos theta divided by 1 plus cos theta. ഈ സെറ്റ് ഇക്വേഷൻസും എഴുതിയെടുക്കാം. ട്രിപ്പിൾ ഫോർമുല. എന്താണ്? സൈൻ നമ്മൾ ഡബിൾ ഫോർമുല പഠിച്ചു. സൈൻ 2 തീറ്റ കോസ് 2 തീറ്റ ഒക്കെ അല്ലെ. ഇനി ട്രിപ്പിൾ ഫോർമുലയാണ് പഠിക്കുന്നത്. സൈൻ 3 തീറ്റ. നേരത്തെ 2 തീറ്റ പഠിച്ചു. സൈൻ 3 തീറ്റ. സൈൻ 3 തീറ്റ ഈക്വൽസ് 3 സൈൻ തീറ്റ മൈനസ് 4 സൈൻ തീറ്റ. ഇതാണ് സൈൻ 3 തീറ്റ ഈക്വൽസ് 3 സൈൻ തീറ്റ മൈനസ് 4 സൈൻ ക്യൂബ് തീറ്റ ആണ് ഫസ്റ്റ് ഇക്വേഷൻ. അതുപോലെ തന്നെ രണ്ടാമത്തത് cos 3 തീറ്റ. cos 3 തീറ്റ എന്താണ്? 4 cos ക്യൂബ് തീറ്റ മൈനസ് 3 cos തീറ്റ. cos 3 theta equals 4 cos cube theta minus 3 cos theta and tan 3 theta. Tan 3 theta equals 3 tan theta minus tan cube theta 4 divided by 1 minus 3 tan square theta. Tan 3 theta equals 3 tan theta minus tan cube theta by 1 minus 3 tan square theta. ഇതാണ് tan 3 theta. അതുപോലെ തന്നെ നാലാമതായിട്ട് cot 3 theta എന്ന് നോക്കാം. cot 3 theta. cot ആകുമ്പോൾ നേരത്തെ ഉണ്ടായ മാറ്റം പോലെ തന്നെ ഇത് അങ്ങോട്ട് പോവാണ് ചെയ്യുക. ഈ എന്ത് ചെയ്യാം? ഇത് അങ്ങോട്ട് പോവാം. എന്നിട്ട് കോട്ടിന്റെ രൂപത്തിലേക്ക് മാറ്റി ചെയ്യാം. അപ്പൊ എന്ത് വരും? 1 മൈനസ് 3 കോട്ട് സ്ക്വയർ തീറ്റ അല്ലെ. ടാൻ വന്നിരിക്കുന്നു, കോട്ടാകുമ്പോ കോട്ട് വന്നിരിക്കുന്നു. പക്ഷെ എന്ത് ഈ 1 മൈനസ് എന്നുള്ള ടേം എവിടെ വന്നിരിക്കുന്നു? മോളിൽ വന്നിരിക്കുന്നു ഇവിടെ. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് 1 മൈനസ് 3 കോട്ട് സ്ക്വയർ തീറ്റ ബൈ 3 കോട്ട് തീറ്റ മൈനസ് cot cube theta. 3 cot theta minus cot cube theta. Sum or difference into products. Sum or differences എന്നത് പ്രോഡക്റ്റിന്റെ രൂപത്തിലേക്ക് മാറ്റുന്നത്. ഫസ്റ്റ് sin A plus sin B equals ഇതല്ല സമ്മാനം sin A plus sin B. ഇതിനെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതുമ്പോൾ എങ്ങനെ നമുക്ക് മാറ്റാം എന്നുള്ളതാണ്, ചേഞ്ച് ചെയ്യാന്നുള്ളതാണ്. 2 sin A plus B by 2 ഇതെന്താണ്?
2 sin a plus b by 2 cos a minus b by 2. എന്താണ് sin a plus sin b എന്താണ് 2 sin a plus b by 2 into cos a minus b by 2. ഇതാണ് sin a plus sin b. അടുത്ത നമുക്ക് sin a minus sin b എന്ന് നോക്കാം. sin a minus sin b എന്ന് പറയുന്നത് 2 cos a plus b by 2 2 cos a plus b by 2 sin a minus b by 2 ആണ്. 2 cos a plus b by 2 sin a minus b by 2. വ്യത്യാസം മനസ്സിലായല്ലോ അല്ലേ? sin a plus b by 2 into cos a minus b by 2 എന്നത് ഇവിടെ cos a plus b by 2 ഇവിടെ ഇത് sin a minus b ആയപ്പോൾ 2 cos a plus b by 2 sin a minus b by 2 ആയിട്ട് മാറും. അതാണ് അടുത്ത വ്യത്യാസം. ഇനി cos a plus cos b, തേർഡ് ഇക്വേഷൻ. cos a plus cos b equals 2 cos a plus b by 2 cos a minus b by 2 ആണ്. 2 cos a plus b by 2 cos a minus b by 2. ഇത് രണ്ടും cos a plus cos b ക്ക് രണ്ട് ടേംസ്, പ്രോഡക്ട്സ് രണ്ടും എന്താണ് കോസിന്റെ ടേംസ് ആണ്. ഒന്ന് cos a plus b by 2, മറ്റേത് cos a minus b by 2, cos a plus b യുടേത്. ഇനി cos a minus b എന്താ നമുക്ക് നോക്കാം. cos a minus cos b എന്താണെന്ന് നോക്കാം. minus 2 sin a plus b by 2 sin a minus b by 2. cos a minus cos b യിൽ രണ്ട് ടേംസും മൈനസ് ആയിട്ട് വന്നിരിക്കുന്നു. ഇവിടെ മൈനസ് ചിഹ്നമാണ് അല്ലേ? minus 2 sin a plus b by 2 sin a minus b by 2 ആണ് cos a minus cos b യുടെ പ്രോഡക്റ്റ് രൂപം. ഇതാണ് പ്രോഡക്ട്സിനെ എന്തായി മാറ്റുന്നു? സം ഓർ ഡിഫറൻസ് ആക്കി മാറ്റുന്നു. ഇക്വേഷൻ 2 sin a cos b. First equation 2 sin a cos b equals sin a plus b plus sin a minus b. sin a plus b plus sin a minus b ആണ് എന്ത് 2 sin a cos b. ഇതാണ് ഇവിടെ പ്രോഡക്റ്റിന്റെ രൂപത്തിലാണ് sin a into cos b എന്ന രൂപത്തിലാണ് തന്നിരിക്കുന്നത്. അതുപോലെ തന്നെ 2 cos a sin b 2 cos a sin b. നേരത്തെ 2 sin a cos b ആയിരുന്നത് 2 cos a sin b എന്ന് പറഞ്ഞാല് sin a plus b minus sin a minus b. ടു cos a sin b ആണ്. 2 sin a cos b ആണെങ്കിൽ sin a plus b plus sin a minus b ആണ്. 2 cos a sin b ആണെങ്കിലോ ഫസ്റ്റ് ടേം cos a ഫസ്റ്റ് ആയിട്ട് വരുമ്പോൾ എന്താണ് sin a plus b minus sin a minus b ആണ്. മൂന്നാമത്തെ 2 cos a cos b 2 cos a cos b എന്താണ് cos a plus b plus cos a minus b ആണ്. ടു cos a cos b എന്ന് പറഞ്ഞാൽ രണ്ടും കോസിന്റെ ടേംസ് ആണ്. cos a plus b plus cos a minus b ആണ്. ഇനി അടുത്തത് വേറൊരു ഇക്വേഷൻ കൂടി മൈനസ് നാലാമത്തെ മൈനസ് 2 sin a sin b എന്താണ് cos a plus b minus
cos A minus B. ഇത് നേരെ തിരിച്ച് 2 sin A sin B എന്നുള്ളത് അപ്പോ എന്താക്കാം, നേരെ തിരിച്ചിങ്ങോട്ട് cos A minus B minus cos A plus B ആ രൂപത്തിലേക്കും മാറ്റാം. അപ്പോ -2 sin A sin B equals cos A plus B minus cos A minus B. ഓക്കെ, sin A plus B into sin A minus B എന്നാണ്. sin A plus B into sin A minus B. sin A plus B into sin A minus B എന്താണ്? sin square A minus sin square B ആണ്. sin square A minus sin square B ആണ്. എന്താണ്? sin A plus B into sin A minus B, sin square A minus sin square B ആണ്. അതുപോലെ തന്നെ cos A plus B into cos A minus B equals cos square A minus sin square B. sin A plus B into sin A minus B, sin square A minus sin square B. cos A plus B into cos A minus B എന്താണ്? cos square A minus sin square B. sin square B എന്ന് വരും. അടുത്തത് sin A plus B into sin A minus B. മേലത്തെ ഇക്വേഷൻ തന്നെ, മുകളിലത്തെ ഇക്വേഷൻ വീണ്ടും ഇങ്ങോട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ sin A plus B into sin A minus B അവിടെ എഴുതേണ്ടതായിരുന്നു. sin A minus B എന്നുള്ളത് നമുക്ക് എന്തായി മാറാം? cos square B. cos square രൂപത്തിൽ എന്ത് sin square നമുക്ക് 1 minus cos square എന്നുള്ള രൂപത്തിലേക്കൊക്കെ മാറ്റാം. അപ്പൊ മൊത്തത്തില് cos square ടേമിലേക്ക് നമുക്ക് മാറ്റുകയാണെങ്കിൽ അത് വരും cos square B മൈനസ് cos square A എന്ന് വരും. cos square A എന്ന് വരും. cos square രൂപത്തിലേക്ക് മാറ്റേണ്ടതാണെങ്കിൽ sin A plus B into sin A minus B. സൈനിന്റെ ടേമിൽ മാത്രം മതിയെങ്കിൽ sin square A minus sin square B എന്നും, കോസിന്റെ ടേമിലേക്ക് മാറ്റുന്നുണ്ടെങ്കിൽ എന്താകും? അത് cos square B minus cos square A. സൈനിന്റെ ടേമിലാണ് A ആദ്യം, കോസിന്റെ ടേമിലാണ് B ആദ്യം. cos square B minus cos square A എന്നുമാവും. ഓക്കെ, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ വിസിറ്റ് ചെയ്യുന്നത് എങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലും എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.